Hello students, welcome to online accountancy class. Today we have to study what is liabilities. ഇന്നലെ വരെയുള്ള ക്ലാസ്സുകളിൽ ബിസിനസ് സ്റ്റേറ്റ്മെന്റിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ രണ്ട് ഭാഗങ്ങൾ പറഞ്ഞു. ഒന്ന് അസറ്റ് സൈഡ്, മറ്റൊന്ന് ലയബിലിറ്റി സൈഡ്. അതിൽ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെങ്കിൽ പഠനം നടത്തിയത് അസറ്റ് എന്താണെന്നും വിവിധ തരം അസറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതുമാണ്. ഏതൊക്കെയായിരുന്നു അസറ്റ്? രണ്ട് തരത്തിലുണ്ട്, ഫിക്സഡ് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ്. വീണ്ടും ഫിക്സഡ് അസറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? തരംതിരിച്ച് 4 എണ്ണമാക്കി. ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, ഫിക്ടീഷ്യസ് അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്. ദെൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാലൻസ് ഷീറ്റിന്റെ നെക്സ്റ്റ് സൈഡ്, ലയബിലിറ്റി, ബാധ്യതകൾ. ഇതുവരെ നമ്മൾ ആസ്തികളെ കുറിച്ചാണ് പഠനം നടത്തിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ബാധ്യത എന്താണ് ലയബിലിറ്റി? ഒരു ബിസിനസ്സിന് 2 തരത്തിലുള്ള ലയബിലിറ്റീസുകൾ ഉണ്ടാകാം. അതിലൊന്ന് ലോങ് ടേം ലയബിലിറ്റിയുമുണ്ട്, കറണ്ട് ലയബിലിറ്റിയുമുണ്ട്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് പുറത്തുള്ളവരുമായി വ്യാപാരം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ബാധ്യതയാണ്. അതായത് കൊടുത്തു തീർക്കാനുള്ള പണം, അവർക്ക് നൽകാനുള്ള പണം, അല്ലെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും തരത്തിൽ പണമോ പണത്തിന് തത്തുല്യമായ മറ്റെന്തെങ്കിലുമോ നൽകാനുണ്ടെങ്കിൽ അവയെയാണ് എന്ത് പറയുന്നത്? ബിസിനസിന്റെ ബാധ്യത. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ആസ്തി ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും ബാധ്യത ഇല്ലാതെ ഇല്ല. അപ്പോൾ ഈ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു? അതായത് ബിസിനസിന് പുറത്തുള്ളവരുമായി നടത്തുന്ന വ്യാപാര ഇടപാടുകളിൽ നിന്നും കൊടുത്തു തീർക്കാനുള്ള പണത്തെയോ മറ്റേതെങ്കിലും വസ്തുക്കളെയോ ആണ് എന്ത് പറയുന്നത്? ലയബിലിറ്റി എന്ന് പറയുന്നത്. ലയബിലിറ്റിയെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു, കറണ്ട് ലയബിലിറ്റിയും ലോങ് ടേം ലയബിലിറ്റിയും. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എനി എമൗണ്ട് പേയബിൾ വിത്ത് എ ഷോർട്ട് പീരീഡ്. വളരെ കുറഞ്ഞ കാലം കൊണ്ട്, കുറച്ചു കാലത്തിനുള്ളിൽ അടച്ചു തീർക്കേണ്ട ഏതെങ്കിലും പണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബാധ്യതയോ ആണ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇത് നോർമൽ ട്രേഡ് ആക്ടിവിറ്റീസിലൂടെയാണ് ഇതുണ്ടാകുന്നത്. നോർമൽ സാധാരണ നമ്മൾ വ്യാപാരം നടത്തില്ലേ, അപ്പൊ എന്ത് ചെയ്യുന്നു? കടമായി സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വാങ്ങുന്നു. അപ്പൊ നമ്മൾ പറയും, ബിസിനസ് സ്ഥാപനം പറയും 2 മാസത്തെ കാലയളവ്, അല്ലെങ്കിൽ 3 months അല്ലെങ്കിൽ 4 months എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെന്ത് ചെയ്യുന്നു? അതായത് കുറച്ച് കാലയളവ് എന്ത് ചെയ്യുന്നു? അവരോട് ചോദിച്ചു വാങ്ങുന്നു. അങ്ങനെ ഇത്ര സമയത്തിനുള്ളിൽ, ഇത്ര കാലത്തിനുള്ളിൽ തിരിച്ചടക്കാൻ, വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തിരിച്ചടക്കേണ്ട ഏതെങ്കിലും എമൗണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലയബിലിറ്റിയോ ബാധ്യതയോ ആണ് ഏതിൽ പറയുന്നത്? കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. കറണ്ട് ലയബിലിറ്റീസിൽ പ്രധാനമായിട്ടും ബിൽ പേയബിൾ, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ്സ്, അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഏതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞത്? ബില്ല്, പേ ചെയ്യാനുള്ള ബില്ല്. പിന്നെ ഗുഡ്സ് എന്ത് ചെയ്യുന്നു? അതായത് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള ഗുഡ്സ്. അതുമല്ലെങ്കിൽ എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. അതായത് ഈ കൊല്ലം കൊടുക്കേണ്ട ഏതെങ്കിലും ഒരു തുക ഈ കൊല്ലം കൊടുക്കാതെ അടുത്ത കൊല്ലത്തേക്ക് മാറ്റിവെക്കുക, അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് മാറ്റിവെക്കുക. അങ്ങനെയുള്ള ഏതെങ്കിലും തുകയാണ് ഏതിൽ ഉൾപ്പെടുന്നത്? കറണ്ട് ലയബിലിറ്റിയിൽ ഉൾപ്പെടുന്നത്. ഇനി അടുത്തത് എന്താണ്? ലോങ് ടേം ലയബിലിറ്റി. ലോങ് ടേം ലയബിലിറ്റി എന്നാൽ ദീർഘകാലത്തേക്ക്, കാലയളവിൽ തിരിച്ചു നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തിരിച്ചു നൽകുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഏതെങ്കിലും തുകയോ അല്ലെങ്കിൽ എമൗണ്ട്, ക്യാഷ് ആയിരിക്കും മിക്കവാറും, ക്യാഷോ ബാധ്യതയോ, അതായത് കുറച്ചു കാലം കഴിഞ്ഞ് തിരിച്ചടക്കേണ്ട ബാധ്യത, പെട്ടെന്ന് തിരിച്ചടക്കേണ്ട ബാധ്യതകളല്ല. ഇങ്ങനെയുള്ളതിനെയാണ് ഫിക്സഡ് ലയബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ നിന്ന് എടുക്കുന്ന ലോണുകൾ, അതിന്റെ വായ്പയുടെ വായ്പകൾ. ആ വായ്പയുടെ തിരിച്ചടവ് ചിലപ്പോൾ 15 വർഷമാകാം, 20 വർഷമാകാം. പിന്നെ സ്ഥാപനം പുറപ്പെടുവിക്കുന്ന കടപ്പത്രങ്ങൾ, അതിനെക്കുറിച്ച് പിന്നീട് പറയുന്നതാണ്. കടപ്പത്രങ്ങൾ, ആ കടപ്പത്രങ്ങളുടെ കാലയളവും ചിലപ്പോൾ 15 വർഷമാകാം, 20 വർഷമാകാം. അങ്ങനെ പെട്ടെന്ന് തിരിച്ചടവ് നടത്തേണ്ടതില്ലാത്ത സ്ഥാപനത്തിന്റെ ബാധ്യതയാണ് എന്ത് പറയുന്നത്?
ഫിക്സഡ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റി. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാപനം ഔട്ട്സൈഡേഴ്സിന്, അതായത് സ്ഥാപനത്തിന്റെ പുറത്തുള്ളവരുമായി ബിസിനസ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ബാധ്യതയെയാണ് എന്ത് പറയുന്നത്? ലയബിലിറ്റി എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ് രണ്ട് ബാധ്യതകൾ? കറണ്ട് ലയബിലിറ്റിയും ഉണ്ട്, ലോങ് ടേം ലയബിലിറ്റിയും ഉണ്ട്. എന്താണ് കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു സ്ഥാപനത്തിന് ഹ്രസ്വകാലത്തിന്റെ ഉള്ളിൽ തിരിച്ചടവ് നടത്തേണ്ട ബാധ്യതയാണ് കറണ്ട് ലയബിലിറ്റി. ലോങ് ടേം ലയബിലിറ്റിയോ? ഒരു സ്ഥാപനത്തിന് ദീർഘകാലത്തിനുള്ളിൽ തിരിച്ചടക്കേണ്ട ബാധ്യതയാണ് എന്ത്? ലോങ് ടേം അല്ലെങ്കിൽ ഫിക്സഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ ടേംസിന്റെ, അതായത് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ബാലൻസ് ഷീറ്റിന്റെ ഒരു സ്ഥലത്തെ ഹെഡിങ് അസറ്റും ഒരു സ്ഥലത്തെ ഹെഡിങ് എന്താണ്? ലയബിലിറ്റിയുമാണ്. ഇനി ബാലൻസ് ഷീറ്റിനുള്ളിൽ വരുന്ന അടുത്ത ടേമാണ് ക്യാപിറ്റൽ. നേരത്തെ പറഞ്ഞു ഞാൻ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂലധനം. ഒരു സ്ഥാപനം ബിസിനസ് ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യാപാര സ്ഥാപനം ആരംഭിക്കുമ്പോൾ, വ്യാപാര സ്ഥാപനം ആരംഭിക്കുന്ന വ്യക്തി ബിസിനസ്സിലേക്ക് മുടക്കുന്ന മുതൽ മുടക്കെന്ന് പറയും നമ്മൾ. ആ പ്രാരംഭത്തിൽ മുടക്കുന്ന തുകയാണ് എന്ത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിക്കുന്ന വ്യക്തി ആ ബിസിനസ് സ്ഥാപനം ആരംഭിക്കുമ്പോൾ തുടക്കത്തിൽ മുടക്കുന്ന മുതൽ അല്ലെങ്കിൽ മൂലധനമാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആസ്തികൾ വാങ്ങാൻ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? അതായത് ബിസിനസ്സിലേക്കുള്ള മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി, ഇവയ്ക്കൊക്കെ വേണ്ടി മുടക്കുന്ന തുകയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റലിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ എന്നും വർക്കിംഗ് ക്യാപിറ്റൽ എന്നും പറയുന്നത്. അതായത് ഫിക്സഡ് അസറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ മുടക്കുന്ന തുകയാണ് എന്ത് പറയുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റിന് വേണ്ടി നമ്മൾ മുടക്കുന്ന തുകയാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതേസമയം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റിന്മേല് ഉള്ള ക്യാപിറ്റൽ. കറണ്ട് അസറ്റിന് വേണ്ടി നമ്മൾ മുടക്കുന്നതാണ്, ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ ആണ്. കറണ്ട് അസറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബിസിനസ്സിലേക്ക് പണം ഇറക്കുകയാണ്. പണത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്നാമത്തെ രീതി എന്താണ്? ഒന്നാമത്തെ ഇത് ഫിക്സഡ് അസറ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു. ഫിക്സഡ് അസറ്റ് വാങ്ങുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ആ പണം. അപ്പൊ ഫിക്സഡ് ക്യാപിറ്റൽ എന്തിനു ഉപയോഗിക്കുന്നത്? ഫിക്സഡ് അസറ്റ് വാങ്ങുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതേസമയം വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? ഒരു സ്ഥാപനത്തിൽ ഡേ ടു ഡേ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. ഇങ്ങനെ എന്താണ് നെറ്റ് അസറ്റ്, കറണ്ട് അസറ്റുകൾ വാങ്ങുക, വിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അസറ്റാണ്, ക്യാപിറ്റൽ ആണ് എന്ത് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എപ്പോഴും എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റീസ്. എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റി. എപ്പോഴും എങ്ങനെയായിരിക്കണം? ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റിനേക്കാൾ കൂടുതലുള്ള കറണ്ട് അസറ്റ് ആണ് എന്ത് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ്, ക്യാപിറ്റലിന്റെ തൊട്ട് താഴെ, ക്യാപിറ്റലിന്റെ സഹോദരൻ എന്നൊക്കെ പറയാം, തൊട്ട് താഴെ കിടക്കുന്ന ആളാണ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഇപ്പൊ ഒരു ഓണർ ബിസിനസ്സിലേക്ക് ഒരു പണം മുടക്കി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്തിന്? ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടി സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ, അത് ആരംഭിക്കുന്ന വ്യക്തി ബിസിനസ്സിലേക്ക് മുടക്കുന്ന, പ്രാരംഭമായി മുടക്കുന്ന മുതലിനെ അല്ലെങ്കിൽ പണത്തെയാണ് എന്ത് പറയുന്നത്? മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും പറഞ്ഞു, ഫിക്സഡ് ക്യാപിറ്റൽ എന്നും പറഞ്ഞു. ഇങ്ങനെ പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ ഓണർക്ക് പൈസയുടെ ആവശ്യം വന്നു. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഈ ക്യാപിറ്റൽ ആയിട്ട് നിക്ഷേപിച്ചിട്ടുള്ള പണത്തിൽ നിന്നും വിഡ്രോ ചെയ്യുന്ന ക്യാഷിനെ പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. ബിസിനസ്സിലേക്ക് മുടക്കിയ ക്യാപിറ്റലിൽ നിന്നും, മുതൽ മുടക്കിൽ നിന്നും വ്യക്തിപരമായ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പിൻവലിക്കുന്ന തുകയെ പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. കിട്ടിയോ? DRAWINGS, ഡ്രോയിങ്സ്. അപ്പം അസറ്റ് പഠിച്ചു, ലയബിലിറ്റീസ് പഠിച്ചു, പിന്നെ വരുന്നത് എന്താണ്? ക്യാപിറ്റൽ പഠിച്ചു, പിന്നെ എന്താണ്? ഡ്രോയിങ്സ് പഠിച്ചു. അടുത്തത് റവന്യൂ. റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ വിൽക്കുന്നത് വഴി
ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ കൺസ്യൂമേഴ്സിന് വിൽക്കുന്നത് വഴി ആ സ്ഥാപനം ഏൺ ചെയ്യുന്ന എമൗണ്ട്, അതാണ് എന്ത് പറയുന്നത്? റവന്യൂ, വരുമാനം എന്ന് പറയുന്നത്. ഒരു ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് സെയിൽസ് ആണ്. സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ പണം, ആ ഇൻകം ആണ് ബിസിനസിന്റെ ഏറ്റവും വലിയ റവന്യൂ. പിന്നെ ഫീസ്, അതുപോലെ കമ്മീഷൻ, ഇൻട്രസ്റ്റ്, റോയൽറ്റീസ്, ഡിവിഡൻഡ്, റെന്റ്, ഇവയെല്ലാമാണ് മറ്റു തരത്തിൽ ലഭിക്കുന്ന മറ്റു രീതിയിൽ ലഭിക്കുന്ന വരുമാനങ്ങൾ. പ്രധാനമായിട്ടും സെയിൽ ചെയ്തിട്ട് ലഭിക്കുന്ന ക്യാഷ് ആണ് എന്ത് ചെയ്യുന്നത്? ബിസിനസിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്ന്. അപ്പൊ എന്താണ് റവന്യൂ എന്ന് പറഞ്ഞത്? ഒരു വസ്തു, ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസസോ കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക, വിൽപ്പന നടത്തുന്നത് വഴി കമ്പനി ഏൺ ചെയ്യുന്ന എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? റവന്യൂ എന്ന് പറയുന്നത്. സെയിൽസ് ഈസ് ദ മേജർ റവന്യൂ ഓഫ് ബിസിനസ്. അടുത്തത്, റവന്യൂ ഉണ്ടെങ്കിൽ എന്തുണ്ടാകും? എക്സ്പെൻസസ് ഉണ്ട്. വരുമാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ചെലവ് ചെയ്യണം, അല്ലെ? എന്തെങ്കിലും ഒരു മുതൽ മുടക്കി അല്ലെങ്കിൽ ഒരു ചെലവ് ചെയ്താൽ തന്നെയല്ലേ അത് ചെലവ് ചെയ്ത് ഉണ്ടാക്കിയ ആ കാര്യത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? റവന്യൂ ലഭിക്കുകയുള്ളൂ. അപ്പം എക്സ്പെൻഡിച്ചർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് റവന്യൂ ഏൺ ചെയ്യുന്ന പ്രക്രിയയ്ക്ക് വേണ്ടി ഒരു ബിസിനസ് മുടക്കുന്ന ചെലവിനെയാണ്, അതായത് വരുമാനം കിട്ടുന്നതിന് വേണ്ടി ബിസിനസ് മുടക്കുന്ന ചെലവിനെയാണ് എന്ത് പറയുന്നത്? എക്സ്പെൻസസ് എന്ന് പറയുന്നത്. എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടേം ഓഫ് സർവീസ് യൂസ്ഡ്. അതായത് ഒരു എക്സ്പെൻസസ് മെഷർ ചെയ്യുന്നത് ഒരു സ്ഥാപനം നൽകുന്ന സേവനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്തൊക്കെ എക്സ്പെൻസസുകളാണ് നമ്മൾ ഒരു സ്ഥാപനത്തിന് വേണ്ടി ചെലവാക്കുന്നത്? നമുക്ക് ചിലപ്പോൾ ഒരു ബിൽഡിംഗ് റെന്റിന് എടുക്കേണ്ടി വരും. പിന്നെ എന്ത് ചെയ്യുന്നു? തൊഴിലാളികൾക്ക് വേജസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓഫീസ് സ്റ്റാഫിന് സാലറി കൊടുക്കേണ്ടതായിട്ട് വരും. മറ്റേതെങ്കിലും തരത്തിലുള്ള അസറ്റ് വാങ്ങിക്കേണ്ടതായിട്ട് വരും. പിന്നെ ആ അസറ്റ് വാങ്ങിക്കുമ്പോൾ അത് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ഒക്കെ ആവൂലേ? അപ്പൊ അതുമൂലം വരുന്ന തേയ്മാന ചെലവുകൾ ഉണ്ടാകും. പക്ഷെ എന്തിനു വേണ്ടിയാണ്? ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ബിസിനസ് ആരംഭിക്കുന്നു, അതിൽ നിന്ന് റവന്യൂ കിട്ടുന്നു. അപ്പോൾ റവന്യൂ ലഭിക്കുന്നതിന് വേണ്ടി ഒരു ബിസിനസ് സ്ഥാപനം മുടക്കുന്ന ചെലവിനെയാണ് എന്ത് പറയുന്നത്? എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അസറ്റ് പഠിച്ചു, ലയബിലിറ്റീസ് പഠിച്ചു, ക്യാപിറ്റൽ പഠിച്ചു, ഡ്രോയിങ്സ് പഠിച്ചു, റവന്യൂ പഠിച്ചു, എക്സ്പെൻസസ് പഠിച്ചു. ഇനി എക്സ്പെൻഡിച്ചർ. എന്താണ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ടീച്ചർ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞല്ലോ. ഏകദേശം രണ്ടും തമ്മിൽ സാമ്യതയുണ്ട്. പക്ഷെ എക്സ്പെൻഡിച്ചർ അതും ഒരു ചെലവാണ് കേട്ടോ. എമൗണ്ട് ഓഫ് റിസോഴ്സസ് കൺസ്യൂംഡ്. എന്തെങ്കിലും ഒരു വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന എമൗണ്ട് ആണിത്. ഒരു ലോങ് ലാസ്റ്റിംഗ് നേച്ചർ ആണിത്. അതുപോലെ തന്നെ ബിയോണ്ട് അക്കൗണ്ടിങ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു വർഷമാണ്. അതിന്റെ അപ്പുറത്തേക്ക് പോകുന്ന ചെലവാണ് എന്ത് പറയുന്നത്? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചറിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും. അതായത് ഒരു റിസോഴ്സസ് കൺസ്യൂം ചെയ്യുന്നതിന് വേണ്ടി ചെലവാക്കി, വാങ്ങുന്നതിന് വേണ്ടി വിനിയോഗം ചെയ്തിട്ടുള്ള തുകയാണ് എക്സ്പെൻഡിച്ചർ. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം അഡ്വാൻറ്റേജിന് വേണ്ടി ഒരു ബിസിനസ് എന്ത് ചെയ്യുന്നു? ചിലവഴിക്കുന്ന തുകയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം, സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഫിക്സഡ് അസറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടി ആ സ്ഥാപനത്തിന്റെ ക്യാപിറ്റലിൽ നിന്നും ചിലവഴിക്കുന്ന തുകയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അസറ്റ് ലോങ് ടേം അസറ്റ് അല്ലേ? അപ്പൊ ദീർഘകാലത്തെ ആവശ്യത്തിന് വേണ്ടി അസറ്റുകൾ വാങ്ങിക്കുമ്പോൾ ആ അസറ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടി ക്യാപിറ്റലിൽ നിന്നും ചിലവഴിക്കുന്ന തുക, മൂലധനമായിട്ട് നമ്മളവിടെ പണം നിക്ഷേപിച്ചിട്ടുണ്ടല്ലോ, ആ പണത്തിൽ നിന്നും ചിലവഴിക്കപ്പെടുന്ന തുകയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. പ്ലാന്റ് വാങ്ങിക്കാനോ മെഷീനറി വാങ്ങിക്കാനോ പേറ്റന്റ്, ഗുഡ്വില്ല് ഇവയൊക്കെ വാങ്ങുന്നതിന് വേണ്ടി ക്യാപിറ്റലിൽ നിന്നും സ്ഥാപനം ചിലവഴിക്കുന്ന തുകയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 1 ഇയറിന്റെ ഉള്ളിൽ
ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ഒരു ഐറ്റം വാങ്ങുക. 1 ഇയറിന്റെ ഉള്ളിൽ ഒരു ഐറ്റം വാങ്ങുന്നതിന് വേണ്ടി ചിലവഴിക്കുന്ന തുകയാണ് എന്ത്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് ഒരു അസറ്റ് വാങ്ങിച്ചു, അപ്പൊ അതിന് എന്ത് ചെയ്തു? പെട്ടെന്ന് അതിന് എന്തെങ്കിലും ഒരു മെഷീനറി കംപ്ലൈന്റ് ഒക്കെ ആവുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ മെഷീനറി നന്നാക്കുന്നതിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന തുക, റിപ്പയറിംഗ് ചാർജുകളൊക്കെ ഇല്ലേ, അങ്ങനെ ഒരു അസറ്റിന്റെ റിപ്പയറിങ്ങിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന തുകയാണ് എന്ത് പറയുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതുമല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടി അതിൽ ജോലി എടുക്കുന്ന തൊഴിലാളികൾക്ക് കൊടുക്കുന്ന സാലറിയോ വേജസോ അതുപോലെ തന്നെ റെന്റോ ടെലിഫോൺ ചാർജസ് മറ്റുള്ള ഇതര ചെലവുകളില്ലേ, ഈ അസറ്റ് വാങ്ങുന്നത് മാത്രമല്ല ചെലവ്. റെന്റ് കൊടുക്കണം, വേജസ് തൊഴിലാളികൾക്ക് വേജസ് കൊടുക്കണം, സാലറി കൊടുക്കണം, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ടെലിഫോൺ ചാർജസുകൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം, ഡിപ്രീസിയേഷൻ തേയ്മാന ചെലവുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ വെഹിക്കിൾസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചെലവുകൾ, ഞാൻ പറഞ്ഞ റിപ്പയറിംഗ് ചാർജസ് ഒക്കെ, ഇതെല്ലാം ഏതിൽ പെടും? എക്സ്പെൻഡിച്ചറിൽ പെടും. ഒരു ബിസിനസ് നടത്തുമ്പോൾ ഒരു 1 ഇയറിന്റെ ഉള്ളിൽ ആ സ്ഥാപനത്തിന് വ്യാപാര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകളാണ് എന്ത് പറയുന്നത്? റവന്യൂ. മറ്റേത് ആസ്തി വാങ്ങാനായിട്ട് ചെലവഴിക്കും, ക്യാപിറ്റൽ. ഇതെങ്ങനെയാണ്? അത് മാത്രമല്ലല്ലോ ചിലവ്, സ്ഥാപനവുമായി ബന്ധപ്പെട്ട മറ്റിതര ചെലവുകൾ, ചെറിയ ചെറിയ ചെലവുകളൊക്കെ, ആ ചെലവുകളൊക്കെ നടത്തുന്നതിന് വേണ്ടി ചിലവഴിക്കപ്പെടുന്ന തുകയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അടുത്തത് എന്താണ്? ലോസ്. ലോസ് എന്താണ്? കേട്ടിട്ടുണ്ടല്ലേ ലോസ്. ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യാപാരം നടത്തുമ്പോൾ ആ സ്ഥാപനത്തിന്റെ എന്ത് ചെയ്യുന്നു? അസറ്റിനേക്കാൾ കൂടുതൽ ബാധ്യത വന്നാൽ, അസറ്റിനേക്കാൾ കൂടുതൽ എക്സസ്, അതായത് ഡിക്രീസ് ഇൻ അസറ്റ്സ് ആൻഡ് ഇൻക്രീസ് ഇൻ ലയബിലിറ്റീസ്. അസറ്റ് കുറയുകയും, ഡിക്രീസ് ചെയ്യുക ഇൻക്രീസ് ചെയ്യുക, രണ്ട് വേർഡ്. ഡിക്രീസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞു വരിക, ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കൂടി വരിക. അസറ്റ് കുറയുകയും ലയബിലിറ്റി കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകും? ലോസ് ഉണ്ടാകും. ഇറ്റ് ഈസ് എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓവർ റവന്യൂ. ഓണേഴ്സിന്റെ വരുമാനം കുറയുകയാണ് അവിടെ ചെയ്യുന്നത്. കാരണം എന്താണ്? നഷ്ടമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ നഷ്ടം, ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? നഷ്ടം. വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവുണ്ടാകുമ്പോൾ ഒരു വ്യാപാര സ്ഥാപനത്തിന് എന്ത് സംഭവിക്കുന്നു? ലോസ് ഉണ്ടാകുന്നു, നഷ്ടം ഉണ്ടാകുന്നു. ആസ്തിയേക്കാൾ കൂടുതൽ ബാധ്യതയുണ്ടായാൽ അതിനെയാണ് എന്ത് പറയുന്നത്? ലോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബിസിനസ്സിന് യാതൊരു ബെനിഫിറ്റും ഇല്ലാത്ത ഒരു ഇതാണ്. ഇപ്പൊ പെട്ടെന്നൊരു ഫാക്ടറിക്ക് തീപിടുത്തം നടക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും കള്ളന്മാര് വല്ല സാധനങ്ങളും മോഷ്ടിച്ചോണ്ട് പോവുക. ഇതൊക്കെ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? അതായത് സ്ഥാപനത്തിന് ബെനിഫിറ്റ് ഇല്ലാത്ത ലോസാണ്. പക്ഷെ ചില ലോസുകളൊക്കെ സ്ഥാപനത്തിന് ഗുണമുണ്ട്. ഇപ്പൊ കള്ളം മോഷ്ടിച്ചോണ്ട് പോകുക, സ്ഥാപനത്തിന്റെ ഏതെങ്കിലും വസ്തുക്കൾക്ക് തീ പിടിക്കുക, അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. ചില ലോസുകൾ സ്ഥാപനത്തിന് ബെനിഫിറ്റ് ഉണ്ട്. വർക്ക്മെന്മാരുടെ, തൊഴിലാളികളുടെ വേതനം, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? തൊഴിലാളികൾക്ക് എന്ത് ചെയ്യുന്നു? വാടകയ്ക്ക് താമസിക്കുന്ന തൊഴിലാളികളാണെങ്കിൽ തൊഴിലാളികളുടെ റെന്റ് പേ ചെയ്യുക. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? നഷ്ടമാണെങ്കിലും അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? തൊഴിലാളികളെ നമുക്ക് സ്ഥാപനത്തിന് ജോലി ചെയ്യുന്നു, അത് നമ്മുടെ ഒരു ഗുണമാണ്. അങ്ങനെ രണ്ട് തരത്തിലുള്ള ലോസ് ഉണ്ട്. നമുക്ക് ഗുണപരമായ ബെനിഫിറ്റ് ഉള്ള ലോസും ഉണ്ട്, ബെനിഫിറ്റ് ഇല്ലാത്ത ലോസും ഉണ്ട്. അപ്പൊ എന്താണ് ലോസ് എന്ന് മനസ്സിലായോ? നഷ്ടം. അസറ്റിനേക്കാൾ കൂടുതൽ ലയബിലിറ്റി വന്നാൽ എന്തുണ്ടാകുന്നു? നഷ്ടം സംഭവിക്കുന്നു. അടുത്തതായിട്ട് ഇൻകം. എന്താണ് ഇൻകം? വരുമാനം. ഇൻകം ഒരു ഓർഗനൈസേഷന്റെ ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്നോ അതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റി മൂലമോ, അതായത് പ്രവർത്തനങ്ങൾ മൂലമോ ഒരു സ്ഥാപനത്തിന്റെ എന്ത് ചെയ്യുന്നു? മൂല്യം, പണത്തിന്റെ അളവ് വർദ്ധിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻകം എന്ന് പറയുന്നത്. അതായത് പ്രോഫിറ്റും കൂടി ഉൾപ്പെടുന്നത്.
വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭമല്ല കേട്ടോ. ഇൻകം എന്ന് പറയുന്നത് ലാഭം മാത്രമല്ല. ഇത് ബിസിനസ്സിൽ നിന്നുള്ള ലാഭം കിട്ടുന്നു. അതുകൂടാതെ വേറെ ഏതെങ്കിലുമൊക്കെ തരത്തിലൂടെ ബിസിനസിന്റെ എന്ത് ചെയ്യുന്നു, വരുമാനം വർദ്ധിക്കുകയാണെങ്കിൽ, ബിസിനസിന്റെ നെറ്റ്വർത്ത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻകം എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ സ്ഥാപനത്തിന്റെ പടിപടിയായിട്ട് ഉയർച്ചകൾ വരുമല്ലോ. അങ്ങനെ വരുന്ന ഉയർച്ചകൾ, പടിപടിയായിട്ട് വരുന്ന ആ ഉയർച്ചകളാണ് എന്ത് പറയുന്നത്, ബിസിനസിന്റെ ലാഭം എന്ന് പറയുന്നത്. ഒരു സ്ഥാപനം പടിപടിയായിട്ട് ഉയർന്നു വരുമ്പോൾ ബിസിനസ് ഉണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ വരുമാന വർധനവ്, അതാണ് എന്ത് പറയുന്നത്, ഇൻകം എന്ന് പറയുന്നത്. അടുത്തത് പ്രോഫിറ്റ്. എന്താണ് പ്രോഫിറ്റ്? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ലയബിലിറ്റി പറഞ്ഞു നിർത്തി. ലയബിലിറ്റി പറഞ്ഞു, കറണ്ട് ലയബിലിറ്റി ഉണ്ട്, ലോങ് ടേം ലയബിലിറ്റി ഉണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞു അസറ്റ്, ദെൻ പറഞ്ഞു കറണ്ട് ലയബിലിറ്റി. ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ് കഴിഞ്ഞു. കറണ്ട് ലയബിലിറ്റിയും ലോങ് ടേം ലയബിലിറ്റി അല്ലെങ്കിൽ ഫിക്സഡ് ലയബിലിറ്റി ഉണ്ട്. പിന്നെ ക്യാപിറ്റൽ എന്താണെന്ന് പറഞ്ഞു, ഡ്രോയിങ്സ് എന്താണെന്ന് പറഞ്ഞു, റവന്യൂ എന്താണ്, എക്സ്പെൻസസ് എന്താണ്, എക്സ്പെൻഡിച്ചർ എന്താണ്, ലോസ് എന്താണ്, പിന്നെ ഇൻകം. അടുത്തത് എന്താ? അടുത്തതാണ് പ്രോഫിറ്റ്. ഞാൻ പറഞ്ഞു ഇൻകം അല്ല പ്രോഫിറ്റ്. പ്രോഫിറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ വരുമാനമാണ് എന്ത്, ഇൻകം. അപ്പൊ പ്രോഫിറ്റ് എന്താ? എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻഡിച്ചർ. ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടായാൽ അവിടെ എന്തുണ്ടാകും, ലാഭമുണ്ടാകും. ഓണേഴ്സിന്റെ വരുമാനം വർദ്ധിക്കുന്നു. അതായത് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ വിൽപ്പന നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകും, വരുമാനം ഉണ്ടാകും, അതായത് ലാഭമുണ്ടാകും. അപ്പൊ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ലാഭം. എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ്. അടുത്തതായി പറയുന്നതാണ് ഗുഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ് ലക്ക് അല്ലെങ്കിൽ ഇതൊന്നല്ല, ഗുഡ്സ് ചരക്കുകൾ. ഗുഡ്സ് വരുന്നുണ്ടെന്ന് പറയില്ലേ നമ്മള്, എന്താ, ചരക്ക് ട്രെയിൻ വരുന്നുണ്ട്. ആ ഗുഡ്സിന്റെ ഉള്ളിൽ മനുഷ്യരാണോ കയറ്റിക്കൊണ്ടു പോരുന്നത്? അല്ല. എന്താ, ചരക്കുകൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ട്രെയിനാണ് എന്ത്, ഗുഡ്സ് ട്രെയിൻ. അതുപോലെ തന്നെ ബിസിനസ്സിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെ പറയുന്ന പേരാണ്, അതായത് ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തെ നമ്മൾ ഏത് പേരിൽ പറയും, ഗുഡ്സ്. പലതരത്തിലുള്ള ഗുഡ്സ് ഉണ്ട്. റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി വാങ്ങി വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ഷർട്ടാണ് നമ്മൾ തുന്നുന്നതെങ്കിൽ ഷർട്ടിന്റെ തുണി, സൂചി, നൂല്, ബട്ടൺസ്, അങ്ങനെ എന്ത് ഷർട്ടിന് ആവശ്യമായി വരുന്നത് അവയെല്ലാം എന്തെന്ന്, റോ മെറ്റീരിയൽ. അത് ഉപയോഗിച്ച് ഷർട്ട് തുന്നി പകുതി ആയി കഴിഞ്ഞാൽ അത് ഏതിൽ വിടുന്നു, വർക്ക് ഇൻ പ്രോഗ്രസ്സിലാണ്. അങ്ങനെ ഒരു ഗുഡ്സും ഉണ്ട്, പകുതി പണി പൂർത്തിയായ ഉൽപ്പന്നങ്ങൾ. പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പണി പൂർത്തിയായി വിൽക്കാൻ വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ഗുഡ്സ് ആണ് എന്ത് പറയുന്നത്, ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്തിരുന്നുണ്ട്. അതായത് എന്താ പറയാ, ഇതില് ഈ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കമ്മോഡിറ്റീസ് ഉണ്ട്, പ്രൊഡക്റ്റുകളുണ്ട്, അതുപോലെ ആർട്ടിക്കിൾസ് ഉണ്ട്, തിങ്സ് ഉണ്ട്. അതായത് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി നമ്മൾ വാങ്ങുന്ന ഏത് ഉൽപ്പന്നങ്ങളെയും നമ്മൾ എന്ത് പറയാം, ഗുഡ്സ് എന്ന് പറയാം. അതായത് റീസെയിലിന് വേണ്ടി പർച്ചേസ് ചെയ്ത് അതിന്റെ രൂപമാറ്റമൊക്കെ വരുത്തി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് നമ്മൾ റീസെയിൽ ചെയ്യുന്ന ഏതൊരു വസ്തുവിനെയും നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെടുത്തുന്നു, ഗുഡ്സ് എന്ന വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇപ്പൊ ഒരു സ്റ്റേഷനറി മെർച്ചന്റ്, ഉദാഹരണത്തിന് ഒരു സ്റ്റേഷനറി കടക്കാരൻ, അയാൾ എന്തൊക്കെ മേടിക്കുന്നു, പെന്ന് മേടിക്കുന്നു, പെൻസിൽ മേടിക്കുന്നു, നോട്ട് ബുക്ക് മേടിക്കുന്നു, അതുപോലെ തന്നെ റബ്ബർ മേടിക്കുന്നു. എന്ന് വെച്ചാൽ ആ സ്റ്റേഷനറി സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെക്കുന്നു. അത് ഭംഗിക്ക് വേണ്ടി വെക്കുന്നതാണോ? അല്ല. എന്തിനാ? റീസെയിലിന് വേണ്ടി. ഇതാണ് എന്ത് പറയുന്നത്, അയാളുടെ ഗുഡ്സ്. ഒരു ഫർണിച്ചർ വ്യാപാരിനെ സംബന്ധിച്ചോ മേശ, കസേര, ഡൈനിങ് ടേബിള്, അല്ലെ, ഇതെല്ലാം എന്താണ്, അയാളുടെ ഗുഡ്സ് ആണ്. ഇങ്ങനെ എന്ത് ചെയ്യുന്നു, റീസെയിൽ ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്ഥാപനം വാങ്ങുന്ന ഉൽപ്പന്നങ്ങളെ പറയുന്ന പേരാണ് ഗുഡ്സ്. അടുത്തതായിട്ട് ഗുഡ്സ് പറഞ്ഞു. ഗുഡ്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ രണ്ട് കാര്യങ്ങളാണ്, എന്താ, ഒന്ന് പർച്ചേസസും ഒന്ന് സെയിൽസും.
പർച്ചേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് കൊടുത്തിട്ടോ കടമായോ ഒരു ബിസിനസ് സ്ഥാപനം എന്തിനു വേണ്ടി, അതായത് സ്ഥാപനത്തിന്റെ ആവശ്യമായ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി വാങ്ങുന്ന ഗുഡ്സിനെ, ചരക്കുകളെ പറയുന്ന പേരാണ് എന്ത്? പർച്ചേസസ്. ഇപ്പൊ വാങ്ങിക്കഴിഞ്ഞാൽ, ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഗുഡ്സ് എന്നല്ല പറയാം, നമ്മൾ ആ സാധനത്തിന് പറയാം പർച്ചേസസ്. അപ്പൊ പർച്ചേസ്ഡ് ഗുഡ്സ് for ₹2,500. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പർച്ചേസ് ചെയ്തു ഗുഡ്സ് ആണ്. അപ്പൊ നമ്മൾ ഗുഡ്സ് എന്ന് അവിടെ എഴുതി വെക്കാൻ പാടില്ല. പകരം എന്താ ചെയ്തത്? ഗുഡ്സ് എന്താ ചെയ്തത്? പർച്ചേസ് ചെയ്യാണ്, വാങ്ങാണ് ചെയ്തത്. അപ്പൊ നമ്മൾ എന്താ അവിടെ കൊടുക്കേണ്ടത്? പർച്ചേസസ്. അങ്ങനെ ഒരു സ്ഥാപനം വാങ്ങുന്ന ഉൽപ്പന്നങ്ങളെ പറയുന്ന പേരാണ് എന്ത്? പർച്ചേസസ്. അത് ക്യാഷ് കൊടുത്ത് വാങ്ങാം, കടമായിട്ടും വാങ്ങിക്കാം. എന്തിനു വേണ്ടിയാണ്? ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി വാങ്ങുന്ന റോ മെറ്റീരിയൽസ് ആകാം. അതായത് റീസെയിലിന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ ആ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നു. ഞാൻ പറഞ്ഞു, റെഡിമെയ്ഡ് കമ്പനിക്കാരാണെങ്കിൽ, ഷർട്ടിന്റെ റെഡിമെയ്ഡ്ക്കാരാണെങ്കിൽ റെഡിമെയ്ഡ് തുണികൾ തുണിത്തരങ്ങൾ വാങ്ങിക്കും, പലതരത്തിലുള്ള തുണിത്തരങ്ങൾ. എന്നിട്ട് അത് ഷർട്ടായിട്ട് വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഷർട്ടാക്കി മാറ്റുന്നതിന് വേണ്ടി വാങ്ങുന്ന ആ റോ മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്യുന്നു? വാങ്ങുമ്പോൾ, ആ റോ മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ അത് ആ ഗുഡ്സ് ഏത് വിഭാഗത്തിൽ പെടും? പർച്ചേസ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടും. മനസ്സിലായോ? അടുത്തത് സെയിൽസ് ആണ്. ഇനി ഈ റോ മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി, അതായത് ഷർട്ടിനുള്ള തുണികളൊക്കെ വാങ്ങിച്ചു, പലതരം ഷർട്ടുകളൊക്കെ തയ്ച്ച് അതിന്റെ എൻഡിങ് ആയിട്ടുള്ള ഫിനിഷ്ഡ് രൂപത്തിലാക്കിയതിനു ശേഷം അത് വിൽപ്പന നടത്തുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? സാധനങ്ങളോ സേവനങ്ങളോ വിൽപ്പന നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? സേവനങ്ങൾ വിൽപ്പന നടത്താം. ഇപ്പൊ ഞാൻ എന്താ വിൽപ്പന നടത്തുന്നത്? എന്താണ്? എന്റെ സർവീസ് ആണ്, അല്ലേ? എന്തെങ്കിലും സാധനങ്ങളാണോ? അല്ല, ടീച്ചിങ്, എന്റെ സർവീസ്. ഒരു മുടിവെട്ടുകാരൻ എന്താണ്? അയാളുടെ സർവീസ് ആണ് അവിടെ വിൽപ്പന നടത്തുന്നത്, അല്ലേ? മുടിവെട്ടുകയല്ലേ ചെയ്യുന്നത്. ഒരു ടീച്ചർ എന്താ ചെയ്യുന്നത്? അയാളുടെ സർവീസ് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്, വിൽപ്പന നടത്തുന്നത്. ഒരു ലോയർ എന്താ ചെയ്യുന്നത്? അയാളുടെ സർവീസ്. ഒരു ഡോക്ടർ എന്താ ചെയ്യുന്നത്? അയാളുടെ സർവീസ്. അതാണ് അവിടെ എന്ത് ചെയ്യുന്നത്? വിൽപ്പന നടത്തുന്നത്. അതേസമയം ഒരു ഹോട്ടലുകാരൻ എന്താ വിൽപ്പന നടത്തുന്നത്? അതായത് മീൽസ്, ബിരിയാണി, അങ്ങനെയുള്ള സാധനങ്ങൾ. സ്റ്റേഷനറിക്കാരൻ എന്താ ചെയ്യുന്നത്? പേന, പെൻസില്. ഒരു തുണിക്കടക്കാരൻ എന്താ ചെയ്യുന്നത്? തുണി. അപ്പൊ ഗുഡ്സും സെയിൽ ചെയ്യുന്നുണ്ട്, സർവീസസും സെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിൽപ്പന നടത്തുന്ന സർവീസസിനെയും ഗുഡ്സിനെയും പറയുന്ന പേരാണ് എന്ത്? സെയിൽസ്. അപ്പൊ അതുപോലെ തന്നെ സെയിൽസ് പലതരത്തിലുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു അക്കൗണ്ടിങ് പീരീഡ് അവസാനിക്കുമ്പോൾ, നമ്മൾ പറഞ്ഞ അക്കൗണ്ടിങ് പീരീഡ് എന്നാണ്? ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ. ആ അക്കൗണ്ടിങ് പീരീഡ് അവസാനിക്കുമ്പോൾ ബാക്കി വരുന്ന ഗുഡ്സ് ആണ് എന്ത്? ക്ലോസിംഗ് സ്റ്റോക്ക്. കേട്ടിട്ടുണ്ടോ? ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു കൊല്ലം അവസാനിക്കുമ്പോൾ വിൽപ്പന നടത്താതെ ബാക്കി വരുന്ന ഫിനിഷ്ഡ് ഗുഡ്സിനെ പറയുന്ന പേരാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ വിൽപ്പന നടത്താതെ ബാക്കി വരുന്ന ഗുഡ്സുകളാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ ഈ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് അടുത്ത കൊല്ലത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആവോ? ഇല്ല. അടുത്ത കൊല്ലം ആവുമ്പോൾ തന്നെ അതിന് രൂപഭാവം സംഭവിക്കും. എന്തായി? ഓപ്പണിംഗ് സ്റ്റോക്ക്. വീട്ടില് ഒരു രാത്രിയിലാവുമ്പോ തന്നെ ചോറും കറികളൊക്കെ നമ്മൾ ഭക്ഷണം, നമ്മുടെ ഡിന്നർ കഴിച്ചു, ബാലൻസ് വരുന്ന കറി അന്നത്തെ ക്ലോസിംഗ് സ്റ്റോക്കാണ്. പിറ്റേ ദിവസത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ ആവുക? അത് പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു? അതെടുത്ത് വിളമ്പുമ്പോൾ അതെന്തായി? തലേ ദിവസത്തെ ക്ലോസിംഗ് സ്റ്റോക്ക്, തലേ ദിവസത്തെ കറി ഇന്നത്തെ ഓപ്പണിംഗ് സ്റ്റോക്കായി മാറി. ഇതുപോലെ തന്നെയാണ് ഒരു വർഷത്തിന്റെ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ബാക്കി ബാലൻസ് കിടക്കുന്ന സ്റ്റോക്കിനെ എന്ത് പറയുന്നു? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നു. നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേന് അതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയും. ശ്രദ്ധിച്ചോണം കേട്ടാ, ഇതൊക്കെ മുൻപ് ഇനി നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങളാ ഇതല്ല. അടുത്തത് സ്റ്റോക്ക്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു സ്ഥാപനത്തിന്റെ കയ്യിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ഒരു ഗീവൺ ഡേറ്റ് വരെ, ഒരു പ്രത്യേക ഡേറ്റ് വരെ നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിട്ടുള്ള വസ്തുക്കളെ പറയുന്ന പേരാണ് എന്ത്? സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? എല്ലാത്തിനും ഈ സ്റ്റോക്കുകൾ ഞാൻ പറഞ്ഞു. ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, അത് അടുത്ത കൊല്ലാകുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആകും.
വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ കിടക്കുന്ന സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് ഉണ്ട്, വാങ്ങിച്ചൊന്നും ചെയ്യാതിരിക്കുന്നത്. പകുതി പണി കഴിഞ്ഞ സ്റ്റോക്ക്, ഫിനിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക്, ബാലൻസ് കിടക്കുന്ന സ്റ്റോക്ക്, ഈ കഴിഞ്ഞ കൊല്ലത്തെ ബാലൻസ് വന്ന സ്റ്റോക്ക്, പിന്നെ വാങ്ങിച്ചിട്ടുള്ള പുതിയ സ്റ്റോക്ക്, അതിന്റെ പകുതി പ്രൊസീജിയർ കഴിഞ്ഞ സ്റ്റോക്ക്, ഫിനിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക്, ആ വർഷം വിൽപ്പന നടത്തിയതിനു ശേഷം ബാക്കി വരുന്ന ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക്, റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഇവയ്ക്കൊക്കെ ഒരു പേരാണുള്ളത്. എന്ത്? സ്റ്റോക്ക്. ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായോ? സ്റ്റോക്ക് എന്താണ്? വിൽപ്പന നടത്താൻ വേണ്ടി നിശ്ചിത പീരീഡിലേക്ക് മാറ്റിവെച്ചിട്ടുള്ള സ്റ്റോക്കാണ് എന്ത് പറയുന്നത്? മാറ്റിവെച്ചിട്ടുള്ള ചരക്കുകളെയാണ് എന്ത് പറയുന്നത്? സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാം അല്ലെ? ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാ പഠിച്ചത്? അസറ്റ്, ബാലൻസ് ഷീറ്റിൽ എഴുതുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാ പറയുന്നത്. അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, റവന്യൂ, എക്സ്പെൻസസ്, എക്സ്പെൻഡിച്ചർ, ഇൻകം, പ്രോഫിറ്റ്, ലോസ്, ഗുഡ്സ്, അതിൽ പർച്ചേസസ്, സെയിൽസ്, സ്റ്റോക്ക്. ഇനി അതിൽ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ ക്ലോസ് ആയി. ഒന്ന് ഡെപ്റ്റേഴ്സും ഒന്ന് ക്രെഡിറ്റേഴ്സും. ഹു ഈസ് ഡെപ്റ്റേഴ്സ്? ഒരു ചാപ്റ്റർ കഴിയാൻ പോവാണ് കേട്ടോ. ഹു ഈസ് ഡെപ്റ്റേഴ്സ്? ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ നിന്നും സാധനങ്ങൾ കടമായി വാങ്ങിയിട്ടുള്ള വ്യക്തികളോ, സ്ഥാപനത്തിന് പണം കടമായി തരാനുള്ള വ്യക്തിയോ, സ്ഥാപനത്തിൽ നിന്നും പണം കടം വാങ്ങിയ വ്യക്തിയോ, സാധനങ്ങളോ സേവനങ്ങളോ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ സാധനങ്ങളോ സേവനങ്ങളോ കടമായി വാങ്ങിയ വ്യക്തി, അല്ലെങ്കിൽ സ്ഥാപനത്തിന് മറ്റേതെങ്കിലും തരത്തിൽ പണം കടം നൽകാനുള്ള വ്യക്തിയാണ് ആര്? ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതേസമയം ക്രെഡിറ്റേഴ്സ് ആരാണ്? ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു? കടമായി സാധനങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തികൾ. അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം ആർക്കെങ്കിലും പണം കടം കൊടുക്കാനുണ്ടെങ്കിൽ ആ സ്ഥാപനത്തെ നമ്മൾ ആർക്കാണോ കടം കടം ആരെങ്കിലും കയ്യിൽ നിന്നെങ്കിലും പണം കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കടം വാങ്ങിയ വ്യക്തിയെ ക്രെഡിറ്റേഴ്സ് എന്നും നമ്മൾ എന്ത് പറയും? ഡെപ്റ്റേഴ്സ് എന്ന് പറയും. അപ്പൊ കടം വാങ്ങിയ വ്യക്തി ഡെപ്റ്റേഴ്സും കടം കൊടുത്ത വ്യക്തി ക്രെഡിറ്റേഴ്സും. കടം വാങ്ങിയ വ്യക്തി ഡെപ്റ്റേഴ്സും കടം കൊടുത്ത വ്യക്തി ക്രെഡിറ്റേഴ്സും. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിൽ വരുന്ന കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. മീനിങ് ഓഫ് അക്കൗണ്ടിങ്, ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്, ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്, characteristics of accounting, objectives of accounting, type of accounting, role of accounting, qualitative characteristics of accounting, business transactions, assets, liabilities, capital, drawings, revenue, expenses, expenditure, income, profit, loss, goods, purchases, sales, stock, debtors, creditors. ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ ഒന്നുകൂടി അതെല്ലാം കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടി പറഞ്ഞു തരാം. ശ്രദ്ധിക്കുക, ക്ലാസ്സുകൾ മിസ് ചെയ്യരുത്. നമ്മുടെ ഒരു ചാപ്റ്റർ ആണ് തീർന്നിരിക്കുന്നത്, പ്രധാനപ്പെട്ട ചാപ്റ്റർ. അപ്പൊ നാളെ എന്ത് ചെയ്യാം? വീണ്ടും കാണുന്നവരെ നിങ്ങൾ ക്ലാസ് ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ചാപ്റ്ററുകൾ വായിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ നല്ല തറായിട്ട് പഠിക്കണം. കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് നമ്മൾ കണക്കുകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നന്നായി പഠിക്കുക, ക്ലാസ് മിസ് ചെയ്യാതെ കാണാം. ഓക്കെ.